തലവേദന വരുമ്പോൾ രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, ഈ തലവേദനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേദനയെ മാറ്റി കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് പക്ഷേ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന രീതിയാവരുത്. തല വെട്ടിക്കളഞ്ഞും നമുക്ക് തലവേദന മാറ്റാമല്ലോ, ആ രീതിയിലാവരുത്. തലവേദന മാറാനായിട്ട് തല പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയാൽ മതി. തലവേദന വരുമ്പോൾ തല നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകുക. പ്രകൃതി ചികിത്സയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു എനിമ ക്യാനുണ്ട്. അതുകൊണ്ട് ശോധന 1-2 പ്രാവശ്യം ശരിയാക്കി കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന അങ്ങ് പോയാലും തലവേദന അപ്പം ശമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തല പച്ചവെള്ളത്തിൽ കഴുകുക, ധാരാളം വെള്ളം കുടിക്കുക. പലപ്പോഴും തലവേദനയുടെ കാരണം ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതാണ്, ഡീഹൈഡ്രേഷനാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പലതുണ്ട്, നമുക്കത് ചെയ്യണം, തീർച്ചയായും ചെയ്യണം. അപ്പം നിരുപദ്രവമായ രീതികൾ, ആ രീതികൾ നിങ്ങൾ പഠിച്ചെടുക്കണം. ആ രീതികൾ കൊണ്ട് തലവേദന മാറുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്യാൻ പോയിക്കോളൂ, വേറെ എന്ത് മരുന്ന് വേണമെങ്കിലും കഴിച്ചോളൂ. പക്ഷേ ആദ്യത്തെ ചികിത്സകൾ നിങ്ങൾ നിരുപദ്രവമായ കാര്യങ്ങൾ ചെയ്യണം. ഒപ്പം എന്തുകൊണ്ട് എനിക്ക് തലവേദന ഉണ്ടായി എന്ന് ആലോചിക്കണം, ആ കാരണം കണ്ടുപിടിക്കണം. അതോ ഓരോ രോഗത്തിന് ഇങ്ങനെ പോയി ഡോക്ടറെ അവിടെ വേദന ഇവിടെ വേദന, ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, വേണമെങ്കിൽ കീറിക്കോ, അതിന് ഞാൻ ഒരു 60,000 രൂപ വന്നേക്കാം, അല്ലെങ്കിൽ 1,50,000 രൂപ വന്നേക്കാം. ഡോക്ടറിൻ്റെ തൈറോയിഡ് എടുത്തുകൊണ്ട് പോയിക്കോ, ഈ നാശമൊന്ന് ഒഴിവാക്കി തന്നാൽ ഞാൻ 1,50,000 രൂപ തരാം. അതിനൊക്കെ കടുങ്കൈ പ്രയോഗങ്ങൾക്ക്, അറ്റകൈ പ്രയോഗങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് എൻ്റെ തൈറോയിഡ് മോശമായി, എന്തുകൊണ്ട് എനിക്ക് തലവേദന വന്നു, എന്തുകൊണ്ട് മലബന്ധം പിടിച്ചു, എന്തുകൊണ്ട് എനിക്ക് കഫം കൂടിയിരിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ദഹനം പ്രയാസത്തിലായിരിക്കുന്നു, എന്താണ് എൻ്റെ യൂട്രസിന് പറ്റിയത്, എന്തുകൊണ്ട് പീരീഡ്സിൽ എനിക്ക് വയറുവേദന, നിസ്സാരമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങളാണ്. നിസ്സാരമായിട്ട് വെറുതെ 5-10 ദിവസങ്ങളിൽ അല്പം മാറി ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാസംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിനും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. തീപ്പൊള്ളലിന്റെ പ്രകൃതി ചികിത്സ, തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ, കുമളയ്ക്കാത്ത രീതിയിൽ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ്. അതുപോലെയുള്ള ലളിതമായ രീതികളാണ് 23 തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം, ഓൺലൈനിൽ വരുത്താം. 9496044503 അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. നിസ്സാരമായിട്ട് വെറുതെ 5-10 ദിവസങ്ങളിൽ അല്പം മാറി ചില കാര്യങ്ങൾ ചെയ്താൽ നിസ്സാരമായി നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏത് രോഗത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇപ്പോൾ ക്യാൻസർ പോലെ, കിഡ്നി തകരാറ്, ലിവർ തകരാറ് പോലെ അവയവങ്ങൾ നശിഞ്ഞിട്ടുള്ള ശരീരത്തിൻ്റെ പ്രവർത്തന രീതികളിൽ താളപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു കൊല്ലമൊക്കെ നിങ്ങൾ ചിട്ടകൾ പാലിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷെ ഇപ്പോൾ സാധാരണ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരാഴ്ച 2 ആഴ്ച അല്പം മാറി ചില കാര്യങ്ങൾ ചെയ്താൽ മാറിപ്പോകുന്നത് മാത്രമാണ്. ഇപ്പൊ ആദ്യത്തെ ചിന്ത, എന്തുകൊണ്ട് എനിക്ക് തലവേദന? ചിലപ്പോ അടച്ച് ജനലും വാതിലും അടച്ച് ദുഷിച്ച വായു ശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം, തല മൂടിക്കിടന്നുറങ്ങുന്നത് കൊണ്ടായിരിക്കാം, ശോധന ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം, പച്ചവെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കാം, കോളകൂടങ്ങൾ കുടിക്കുന്നത് കൊണ്ടായിരിക്കാം, ചായ കൂടുതൽ കുടിക്കുന്നത് കൊണ്ടായിരിക്കാം, പല കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളെ തിരിച്ചറിഞ്ഞ് ആ കാരണങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ഒരപകടവും ഇല്ലാതെ നിങ്ങൾ രക്ഷപ്പെടും.
അതല്ല, നിങ്ങൾ ഈ കാരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ, കാരണത്തെ പരിഹരിക്കാതെ ചികിത്സയ്ക്ക് പോകുകയാണെങ്കിൽ ഒന്നിൽ നിന്നും മറ്റൊരു രോഗത്തിലേക്ക്, അതിൽ നിന്നും 10 രോഗത്തിലേക്ക് പുരോഗമിക്കുന്നതല്ലാതെ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു വയറുവേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ PCOD, ഇപ്പോൾ പെൺകുട്ടികൾക്ക് മുഴുവൻ PCOD ആണ്, പോളിസിസ്റ്റിക് ഓവറി, പീരീഡ്സിൽ വയറുവേദന, നീണ്ടു നിൽക്കുന്ന ഫ്ലോ, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ആ മരുന്ന് കഴിക്കൽ എത്തുന്നത് ഒരു സർജറിയിലേക്കാണ്. മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാർക്ക് അറിയാം, തിന്നട്ടെ, കുടിക്കട്ടെ, ഒരു കടിക്കൊക്കട്ടെ, 2-3 കൊല്ലത്തിനുള്ളിൽ 1.5 ലക്ഷം കൊണ്ട് സർജറിക്ക് വരും. അപ്പൊ എന്തുകൊണ്ട് ഈ പോളിസിസ്റ്റിക് ഓവറി, PCOD ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ആർത്തവത്തിൽ വേദന ഉണ്ടാകുന്നു? എന്തുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ആർത്തവം ഉണ്ടാകുന്നു? അപ്പോൾ ഓരോ കാര്യവും ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ മേലേക്ക്, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണത്തിലേക്ക് കൂടെ വരണം. അപ്പം ആ കാരണം ഞാനൊന്ന് പറയാം. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഉറക്കത്തിൽ വല്ലതും നടക്കുമോ? വല്ലവരും നടക്കുമോ? ഉറക്കത്തിലൊന്നും നടക്കുന്നില്ല, ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ആ സ്വപ്നം കാണും. അപ്പൊ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നമ്മളറിയാതെ. അതൊരു സിനിമയിലൊരു പാട്ടുണ്ടല്ലോ, ഞാനറിയാതെൻ്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ. ഞാനറിയാതെ എൻ്റെ മനസ്സിൻ്റെ വാതിലുകളൊക്കെ ആരാ തുറക്കണേ? ശില്പികൾ തീർത്ത ചുവരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ. അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ. നമ്മുടെ പകലുള്ള അനുഭവങ്ങൾ, ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ദുഃഖങ്ങളൊക്കെ പല രീതിയിൽ സ്വപ്നങ്ങളായിട്ട് വരുമെന്നാണ് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളൊക്കെ പറയുന്നത്. അതല്ലാതെയും നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഉറങ്ങുന്ന നിമിഷം തുടങ്ങി നമ്മുടെ ഉള്ളിൽ ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അഴുക്കിനെ എല്ലാ ഭാഗത്തു നിന്നും വലിച്ചെടുത്ത് മൂത്രമായിട്ട് കളയുന്നു, കൂട്ടിവയ്ക്കുന്നു, ഉറക്കത്തിൽ തന്നെ എണീപ്പിച്ച് കളയിക്കുന്നു, അല്ലായെങ്കിൽ രാവിലെ എഴുന്നേറ്റ വഴി തന്നെ കളയിക്കുന്നു. രാവിലെ എഴുന്നേറ്റ വഴി പോകുന്ന അത്രയും മൂത്രം വേറൊരു സമയത്തും പോകാറില്ല. കാരണം ഉറക്കത്തിൽ ഇതെല്ലാം ശേഖരിച്ച് വെച്ച് എല്ലായിടത്തു നിന്നും കൊണ്ടുപോകുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ശോധനയ്ക്കുള്ള വിളി വരുന്നു. എല്ലാം കൂട്ടി വച്ചിരിക്കുകയാണ്. ഉറക്കത്തിൻ്റെ സമയത്താണ് ശരീരത്തെല്ലാം ചെയ്യുന്നത്. ഈ ശോധന എന്ന് പറയുന്നിടത്ത്, മലം എന്ന് പറയുന്നിടത്ത് നമ്മൾ കഴിച്ച ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റ് മാത്രമല്ല, പിന്നെന്താ ഉള്ളത്? മലത്തിൽ വേറെ എന്താ ഉള്ളത്? നമ്മൾ കഴിച്ച ഭക്ഷണപാനീയങ്ങളുടെ അംശം മാത്രമല്ല, പിന്നെ എന്തുണ്ട്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ചത്തുപോകുന്ന കോശങ്ങളുണ്ട്. ഇപ്പോൾ കുളിക്കുമ്പോൾ കുളത്തിൻ്റെ കരയിൽ കരിങ്കല്ല് വെച്ച് കാലുരച്ച് തേച്ച് പഴയ കോശങ്ങളെ കളഞ്ഞിട്ട് കയറി പോരാറുണ്ട് നമ്മൾ. അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും, ഉള്ളിലും അവയവങ്ങളിലും കോശങ്ങൾക്ക് മരണം സംഭവിക്കുന്നുണ്ട്. ഈ കോശമരണം, അപ്പോപ്റ്റോസിസ് എന്നാണ് അതിനെ ശാസ്ത്രം വിളിക്കുന്നത്. ഇതിൻ്റെ കല, ഇതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് എന്ന് മനസ്സിലാകുന്നോ അന്ന് നിങ്ങൾ ആരോഗ്യപരമായിട്ട് രക്ഷപ്പെടും. നിങ്ങൾക്ക് പിന്നെ ഡോക്ടർമാരുടെ ആവശ്യം ഉണ്ടാവില്ല.